അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പൃഥ്വിരാജിനെ പോലെയോ സൗബിൻ ഷാഹിറിനെ പോലെയോ എല്ലാവരും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കണമെന്നില്ല. പ്രിയപ്പെട്ട പല നടന്മാരും സംവിധാനം ചെയ്ത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ ചില സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അന്നക്കുട്ടി കോടമ്പക്കം വിളിക്കുന്നു. സുരേഷ് ഗോപി, സായികുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. സിനിമയെ സ്വപ്നം കണ്ട് മദ്രാസിലെത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാതെ പരാജയപ്പെട്ടു. അഭിനയ വിസ്മയം നെടുമുടി വേണു സംവിധാനം ചെയ്ത ഏക ചിത്രമാണ് പൂരം. മികച്ച ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയെങ്കിലും സാമ്പത്തികമായി ഈ സിനിമ ഒരു വലിയ പരാജയമായിരുന്നു. ഇന്നും ഒരു നല്ല സിനിമയായി സിനിമാ പ്രേമികൾ ഇതിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഇത് ഫ്ലോപ്പാണ്. നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ അഥവാ ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇതാ ഒരു സ്നേഹഗാഥ. തമിഴ് താരം വിക്രം മലയാളത്തിൽ അഭിനയിച്ച ആദ്യകാല ചിത്രം കൂടിയായിരുന്നു ഇത്. ജോൺസൺ മാസ്റ്ററുടെ മികച്ച ഗാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ദേശീയ പുരസ്കാര ജേതാവായ സലീം കുമാർ ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ദൈവമേ കൈതൊഴാം കെ കുമാറാകണം. തിരക്കഥയിലെ പാളിച്ചകളും രണ്ടാം പകുതിയിലെ ഇഴച്ചിലും കാരണം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. 2018 മോശം സിനിമകളുടെ പട്ടികയിൽ പോലും ഈ ചിത്രം ഇടം പിടിച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യനടൻ ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. 2019 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ഒരുപാട് താരങ്ങൾ അണിനിരന്നിട്ടും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും വിരസമായ കോമഡി രംഗങ്ങളും കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി. പൃഥ്വിരാജിനെ നായകനാക്കി കലാഭവൻ ഷാജോൺ സംവിധാനം ചെയ്ത ബ്രദേഴ്സ് ഡേ ഒരു മാസ് ഫാമിലി ത്രില്ലറായിരുന്നു. വലിയൊരു ഹിറ്റായില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി പ്രകടനം മാത്രമേ കാഴ്ചവെക്കുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചുള്ളൂ. എങ്കിലും പൃഥ്വിരാജിനെ പോലൊരു താരമുണ്ടായിട്ടും സിനിമ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല. ആഷിഖ് കപൂറിൻ്റെ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ഹിറ്റ് സിനിമയിലെ കുക്ക് ബാബു എന്ന കഥാപാത്രത്തെ വെച്ച് ബാബുരാജ് തന്നെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബ്ലാക്ക് കോഫി. പക്ഷേ ആ പഴയ സിനിമയുടെ മാജിക് ആവർത്തിക്കാൻ ബാബുരാജിന് സാധിച്ചില്ല. വെറും 14 ലക്ഷം രൂപ മാത്രമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകൻ എന്ന റെക്കോർഡോടെയാണ് ഗിന്നസ് പക്രു കുട്ടിയും കോലും സംവിധാനം ചെയ്തത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഈ ചിത്രം പക്രുവിൻ്റെ കരിയറിലെ വലിയൊരു പരീക്ഷണമായിരുന്നെങ്കിലും സാമ്പത്തികമായി സിനിമ പരാജയപ്പെട്ടു. പലരും സംവിധാനത്തിൽ പരാജയപ്പെട്ടപ്പോൾ രമേശ് പിഷാരടിയെയും മുസ്തഫയും പോലെ ആദ്യ ശ്രമത്തിൽ തന്നെ ഹിറ്റടിച്ചവരും നമ്മുടെ ഇടയിലുണ്ട്. ഹാസ്യ പരിപാടികളിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുത്ത രമേശ് പിഷാരടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പഞ്ചവർണ്ണ തത്ത. ജയറാമിനെ തികച്ചും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിൽ അവതരിപ്പിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. 5.5 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ വെറും 16 ദിവസം കൊണ്ട് 8.5 കോടിയിലധികം കളക്ഷൻ നേടി. നടൻ മുഹമ്മദ് മുസ്തഫ ആദ്യമായി സംവിധാനം ചെയ്ത കപ്പേള മലയാള സിനിമയിലെ തന്നെ മികച്ചൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു. അന്നാബെൻ, ശ്രീനാഥ് ബാസി, റോഷൻ മാത്യു എന്നിവർ തകർത്തഭിനയിച്ച ഈ ത്രില്ലർ ചിത്രം കോവിഡ് കാരണം തിയേറ്ററുകളിൽ അധികകാലം ഓടിയില്ലെങ്കിലും പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തപ്പോൾ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി. നിരൂപക പ്രശംസയും ഒപ്പം സാമ്പത്തിക വിജയവും നേടിയ ഈ ചിത്രം മുസ്തഫ എന്ന സംവിധായകൻ്റെ വലിയൊരു തുടക്കമായിരുന്നു. ഇതുകൂടാതെ മണിയറക്കള്ളൻ എന്ന സിനിമ സംവിധാനം ചെയ്ത രാജൻ പി ദേവും ഈ പട്ടികയിലുണ്ട്. അപ്പോൾ ഇതുപോലെ അഭിനയത്തോടൊപ്പം സംവിധാനത്തിലും തിളങ്ങിയ മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിയോൺ ഫ്രെയിംസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.